തീയതി 15/7/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഇപ്പോൾ ഭാവിയിൽ 21 ജന്മത്തേക്കായി ഇവിടെ തന്നെ പഠനം പഠിക്കണം. മുള്ളിൽ നിന്നും സുഗന്ധ പുഷ്പമാകണം. ദേവീ ഗുണങ്ങൾ ധാരണ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും വേണം. ചോദ്യം: ഏത് കുട്ടികളുടെ ബുദ്ധിയുടെ പൂട്ട് നമ്പർ അനുസരിച്ച് തുറന്നു വരുന്നു? ഉത്തരം: ആരാണോ ശ്രീമത്ത് അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്, പതീത പാവനായ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നത്, പഠനം പഠിപ്പിക്കുന്നവനുമായി ആർക്ക് യോഗം ഉണ്ടായിരിക്കുന്നുവോ അവരുടെ ബുദ്ധിയുടെ പൂട്ട് തുറന്നു വരുന്നു. ബാബു പറയുന്നു, കുട്ടികളെ അഭ്യസിക്കൂ. നമ്മൾ ആത്മാക്കൾ സഹോദരങ്ങളാണ്. നമ്മൾ ബാബയിൽ നിന്നും കേൾക്കുന്നു. ദേഹി അഭിമാനിയായി കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യൂ. അപ്പോൾ പൂട്ട് തുറന്നു വരും. ഓം ശാന്തി. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഇവിടെ ഇരിക്കുമ്പോൾ ശിവ് ബാബയുടെ ഓർമ്മയിലിരിക്കുന്നത് മാത്രം പോരാ, അതാകട്ടെ ശാന്തി മാത്രമായി. പിന്നെ സുഖവും ആവശ്യമാണ്. നിങ്ങൾക്ക് ശാന്തിയിൽ ഇരിക്കണം. സ്വദർശന ചക്രധാരിയായി രാജധാനിയെയും ഓർമ്മിക്കണം. നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നത് നരനിൽ നിന്നും നാരായണൻ അഥവാ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിനു വേണ്ടിയാണ്. ഇവിടെ ആരിലെങ്കിലും എത്ര തന്നെ ദൈവിക ഗുണം ഉണ്ടായിരുന്നാലും അവരെ ദേവത എന്ന് പറയില്ല. ദേവത ഉണ്ടായിരിക്കുന്നത് സ്വർഗത്തിലാണ്. ലോകത്തിലെ മനുഷ്യർക്ക് സ്വർഗത്തെക്കുറിച്ച് അറിയില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, പുതിയ ലോകത്തെ സ്വർഗമെന്നും പഴയ ലോകത്തെ നരകമെന്നും പറയുന്നു. ഇതും ഭാരതവാസികളാണ് അറിയുന്നത്. സത്യയുഗത്തിൽ രാജ്യം ഭരിച്ചിരുന്ന ദേവതമാരുടെ ചിത്രവും ഭാരതത്തിൽ തന്നെയാണ് ഉള്ളത്. ഇത് ആദി സനാതന ദേവീ ദേവത ധർമ്മത്തിൻ്റെതാണ്. പിന്നെ അവരുടെ ചിത്രങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു പൂജിക്കുന്നതിനു വേണ്ടി. പുറത്തേക്ക് എവിടെ പോയാലും പോയി അവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നു. ഓരോ ധർമ്മത്തിലുള്ളവരും എവിടെ പോയാലും തങ്ങളുടെ ചിത്രങ്ങൾ തന്നെയാണ് പൂജിക്കുന്നത്. ഏതെല്ലാം ഗ്രാമങ്ങളിൽ വിജയം നേടുന്നുവോ അവിടെ പോയി ചർച്ചും മറ്റും നിർമ്മിക്കുന്നു. ഓരോ ധർമ്മത്തിനും പൂജിക്കുന്നതിന് വേണ്ടി അവരവരുടേതായ ചിത്രമുണ്ട്. നമ്മൾ തന്നെയാണ് ദേവീ ദേവന്മാർ ആയിരുന്നത് എന്ന് മുൻപ് നിങ്ങളും അറിഞ്ഞിരുന്നില്ല. സ്വയം തന്നെ വേറെയാണ് എന്ന് മനസ്സിലാക്കി അവരെ പൂജിക്കുമായിരുന്നു. മറ്റ് ധർമ്മത്തിലുള്ളവർ പൂജിക്കുമ്പോൾ അവർക്കറിയാം, നമ്മുടെ ധർമ്മസ്ഥാപകൻ ക്രൈസ്റ്റാണ്, നമ്മൾ ക്രിസ്ത്യൻസ് ആണ് അഥവാ ബൗദ്ധികളാണ്. ഈ ഹിന്ദുക്കൾ തൻ്റെ ധർമ്മത്തെ അറിയാത്തത് കാരണം സ്വയം ഹിന്ദു എന്ന് പറയുന്നു. ദേവതമാരെ പൂജിക്കുകയും ചെയ്യുന്നു. ഇതും മനസ്സിലാക്കുന്നില്ല, നമ്മൾ ആദി സനാതന ദേവീ ദേവത ധർമ്മത്തിലേതാണെന്നും നമ്മൾ നമ്മുടെ തന്നെ മുതിർന്നവരെയാണ് പൂജിക്കുന്നത് എന്നും. ക്രിസ്ത്യൻസ് ഒരു ക്രൈസ്റ്റിനെ പൂജിക്കുന്നു. ഭാരതവാസികൾക്ക് ഇതറിയില്ല, നമ്മുടെ ധർമ്മം ഏതാണ്, അത് ആര് എപ്പോൾ സ്ഥാപിച്ചിരുന്നു എന്ന്. ബാബു പറയുന്നു, ഭാരതത്തിൻ്റെ ഈ ആദി സനാതന ദേവീ ദേവതാ ധർമ്മം എപ്പോൾ പ്രായലോപമാകുന്നുവോ അപ്പോൾ ഞാൻ വരുന്നു വീണ്ടും സ്ഥാപന ചെയ്യുവാൻ. ഈ ജ്ഞാനം ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. മുൻപ് യാതൊന്നും അറിഞ്ഞിരുന്നില്ല. മനസ്സിലാക്കാതെയാണ് ഭക്തി മാർഗത്തിലെ ചിത്രങ്ങളെ പൂജിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഭക്തി മാർഗത്തിലേതല്ല. ഇപ്പോൾ ബ്രാഹ്മണ കുലഭൂഷണരായ നിങ്ങളും ശൂദ്ര കുലത്തിലുള്ളവരും തമ്മിൽ പകൽ വ്യത്യാസമുണ്ട്. അതും ഈ സമയം നിങ്ങൾ മനസ്സിലാക്കുന്നു. സത്യയുഗത്തിൽ മനസ്സിലാക്കുകയില്ല. ഈ സമയത്ത് തന്നെയാണ് നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നത്. ബാബ ആത്മാക്കൾക്ക് അറിവ് നൽകുന്നു. പഴയ ലോകത്തെക്കുറിച്ചും പുതിയ ലോകത്തെക്കുറിച്ചും
ബ്രാഹ്മണരായ നിങ്ങൾക്കാണ് അറിയാവുന്നത്. പഴയ ലോകത്തിൽ അനേകം മനുഷ്യരുണ്ട്. ഇവിടെ ആകട്ടെ മനുഷ്യർ എത്ര അടിയും വഴക്കും കൂടുന്നു. ഇത് മുള്ളുകളുടെ കാടാണ്. നിങ്ങൾക്കറിയാം, നമ്മളും മുള്ളുകളായിരുന്നു. ഇപ്പോൾ ബാബ നമ്മെ പുഷ്പമാക്കിക്കൊണ്ടിരിക്കുന്നു. മുള്ളുകൾ ഈ സുഗന്ധ പുഷ്പങ്ങളെ നമിക്കുന്നു. ഈ രഹസ്യം ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞു. നമ്മൾ തന്നെയാണ് ദേവതയായിരുന്നത്. വീണ്ടും നമ്മൾ ഇപ്പോൾ വന്ന് സുഗന്ധ പുഷ്പം, അതായത് ബ്രാഹ്മണനായിരിക്കുന്നു. ബാബ മനസ്സിലാക്കി തന്നു, ഇത് ഡ്രാമയാണ്. മുൻപ് ഈ ഡ്രാമയും ബയോസ്കോപ്പും മറ്റും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടുണ്ടായി? കാരണം ബാബയ്ക്ക് ഉദാഹരണം നൽകുന്നതിൽ സഹജമാകണം. കുട്ടികൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ സയൻസും കുട്ടികളായ നിങ്ങൾക്ക് പഠിക്കേണ്ടതാണല്ലോ. ബുദ്ധിയിൽ ഈ സയൻസിന്റെ ഒക്കെ സംസ്കാരം കൊണ്ടുപോകും. അത് പിന്നെ അവിടെ ഉപയോഗത്തിൽ വരും. ലോകം ഒറ്റയടിക്ക് നശിച്ചു പോകുന്നില്ല. സംസ്കാരം എടുത്തുകൊണ്ടുപോയി പിന്നെ ജന്മമെടുക്കുന്നു, വിമാനവും മറ്റും നിർമ്മിക്കുന്നു. ആ സ്ഥാനത്തേക്ക് യോഗ്യമായതും ഉപയോഗത്തിൽ വരുന്ന വസ്തുക്കൾ എന്തെല്ലാമാണോ അത് തയ്യാറാകുന്നു. സ്റ്റീമർ നിർമ്മിക്കുന്നവരും ഉണ്ടായിരിക്കും. പക്ഷേ സ്റ്റീമർ അവിടെ ഉപയോഗത്തിൽ വരില്ല. ആരെങ്കിലും ജ്ഞാനം എടുത്താലും ഇല്ലെങ്കിലും അവരുടെ സംസ്കാരം ഉപയോഗത്തിൽ വരില്ല. അവിടെ സ്റ്റീമറിൻ്റെയും മറ്റും ആവശ്യം തന്നെയില്ല. ഡ്രാമയിൽ ഉണ്ടായിരിക്കുന്നില്ല. പിന്നെ വിമാനങ്ങളുടെയും ഇലക്ട്രിസിറ്റിയുടെയും മറ്റും ആവശ്യം വരും. അവർ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നും കുട്ടികൾ പഠിച്ചിട്ട് വരുന്നു. ഈ എല്ലാ കാര്യങ്ങളും കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ പഠിക്കുന്നത് പുതിയ ലോകത്തിലേക്ക് വേണ്ടിയാണ്. ബാബ നമ്മെ ഭാവിയിൽ 21 ജന്മത്തേക്ക് വേണ്ടി പഠിപ്പിക്കുന്നു. നമ്മൾ സ്വർഗവാസി ആകുന്നതിനു വേണ്ടി പവിത്രമാകുന്നു. മുൻപ് നരകവാസിയായിരുന്നു. മനുഷ്യർ പറയുകയും ചെയ്യുന്നു, ഇന്നയാൾ സ്വർഗവാസിയായി എന്ന്. പക്ഷേ നമ്മൾ നരകത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ബുദ്ധിയുടെ പൂട്ട് തുറക്കുന്നില്ല. കുട്ടികളായ നിങ്ങളുടേത് ഇപ്പോൾ പതുക്കെ പതുക്കെ തുറന്നു വരുന്നു. നമ്പർ അനുസരിച്ച് ആരാണോ ശ്രീമത്ത് അനുസരിച്ച് നടക്കാൻ തുടങ്ങുന്നത്, പതീത പാവനായ ബാബയെ ഓർമ്മിക്കുന്നത്, അവരുടെ പൂട്ടാണ് തുറക്കുന്നത്. ബാബ ജ്ഞാനവും നൽകുന്നു, ഓർമ്മയും പഠിപ്പിക്കുന്നു. ടീച്ചറാണല്ലോ, അപ്പോൾ ടീച്ചർ തീർച്ചയായും പഠിപ്പിക്കും. എത്രത്തോളം ടീച്ചറിനോടും പഠനത്തോടും യോഗമുണ്ടാകുമോ അത്രയും ഉയർന്ന പദവി നേടും. ആ പഠനത്തിൽ യോഗം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. ബാരിസ്റ്ററാണ് പഠിപ്പിക്കുന്നത് എന്നറിയുന്നു. ഇവിടെ ബാബയാണ് പഠിപ്പിക്കുന്നത്. ഇതും മറന്നു പോകുന്നു. കാരണം പുതിയ കാര്യമാണല്ലോ. ദേഹത്തെ ഓർമ്മിക്കുന്നത് വളരെ സഹജമാണ്. ഓരോ നിമിഷവും ദേഹം ഓർമ്മ വരുന്നു. ഞാൻ ആത്മാവാണ് എന്നത് മറന്നു പോകുന്നു. നമ്മൾ ആത്മാക്കളെ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. നമ്മൾ ആത്മാക്കൾ സഹോദരന്മാരാണ്. ബാബ അറിയുന്നുണ്ട്, ഞാൻ പരമാത്മാവാണ്. ആത്മാക്കളെ പഠിപ്പിക്കുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ആത്മാക്കളെ ഇരുന്ന് പഠിപ്പിക്കൂ. ഇത് ആത്മാവാണ് കാതുകളിലൂടെ കേൾക്കുന്നത്. കേൾപ്പിക്കുന്നത് പരംപിത പരമാത്മാവാണ്. ആ ഒന്നിനെ സുപ്രീം ആത്മാവ് എന്ന് പറയും. നിങ്ങൾ എപ്പോഴാണോ ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത്, അപ്പോൾ ഇത് ബുദ്ധിയിൽ വരണം. നമ്മുടെ ആത്മാവിലാണ് ജ്ഞാനമുള്ളത്. ആത്മാവിനെയാണ് ഇത് കേൾപ്പിക്കുന്നത്. നമ്മൾ ബാബയിൽ നിന്നും എന്ത് കേട്ടുവോ അത് ആത്മാക്കളെ കേൾപ്പിക്കുന്നു. ഇത് തികച്ചും പുതിയ കാര്യമാണ്. നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ ദേഹി അഭിമാനിയായി പഠിപ്പിക്കുന്നില്ല, മറന്നു പോകുന്നു. ലക്ഷ്യം ഉണ്ടല്ലോ. ബുദ്ധിയിൽ ഇത് ഓർമ്മയുണ്ടായിരിക്കണം. ഞാൻ ആത്മാവ് അവിനാശിയാണ്. ഞാൻ ആത്മാവ് ഈ കർമ്മേന്ദ്രിയങ്ങളിൽ കൂടി പാത്ത് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആത്മാക്കൾ ശൂദ്രകുലത്തിലായിരുന്നു, ഇപ്പോൾ ബ്രാഹ്മണ കുലത്തിലാണ്. പിന്നീട്
ദേവതാകുലത്തിൽ പോകും. അവിടെ ശരീരവും പവിത്രമായത് ലഭിക്കും. നമ്മൾ ആത്മാക്കൾ സഹോദരന്മാരാണ്. ബാബ കുട്ടികളെ പഠിപ്പിക്കുന്നു. കുട്ടികൾ പിന്നെ പറയും, നമ്മൾ സഹോദരങ്ങളാണ്. സഹോദരനെയാണ് പഠിപ്പിക്കുന്നത്, ആത്മാവിനെയാണ് മനസ്സിലാക്കിക്കുന്നത്. ആത്മാവ് ശരീരത്തിലൂടെ കേൾക്കുന്നു. ഇത് വളരെ സൂക്ഷ്മമായ കാര്യങ്ങളാണ്, സ്മൃതിയിൽ വരുന്നില്ല. പകുതി കൽപ്പം നിങ്ങൾ ദേഹാഭിമാനത്തിൽ ആയിരുന്നു. ഈ സമയം നിങ്ങൾക്ക് ദേഹി അഭിമാനിയായി ഇരിക്കണം. സ്വയം ആത്മാവാണ് എന്ന നിശ്ചയം വരുത്തണം. ആത്മാവാണ് എന്ന നിശ്ചയത്തിൽ ഇരിക്കൂ. ആത്മാവാണ് എന്ന നിശ്ചയത്തോടെ കേൾക്കൂ. പരംപിത പരമാത്മാവാണ് കേൾപ്പിക്കുന്നത്. അതിനാലാണ് ഇങ്ങനെ പറയുന്നത്, ആത്മാവും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു. അവിടെയാകട്ടെ പഠിപ്പിക്കുകയില്ല, ഇവിടെയാണ് വന്ന് പഠിപ്പിക്കുന്നത്. മറ്റെല്ലാ ആത്മാക്കൾക്കും അവരവരുടേതായ ശരീരമുണ്ട്. ഈ ബാബയാകട്ടെ സുപ്രീം ആത്മാവാണ്. ആ ഒന്നിന് ശരീരമില്ല. ആ ഒന്നിൻ്റെ ആത്മാവിൻ്റെ നാമമാണ് ശിവൻ. ഈ ശരീരം എൻ്റേതല്ല എന്നറിയുന്നു. ഞാൻ സുപ്രീം ആത്മാവാണ്. എൻ്റെ മഹിമ വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ മഹിമ ഉണ്ടായിരിക്കുമല്ലോ. പരംപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യുന്നു എന്ന് മഹിമയുണ്ടല്ലോ. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. അത് സത്യമാണ്, ചൈതന്യമാണ്. ആനന്ദത്തിൻ്റെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും സാഗരമാണ്. ഇതാണ് ബാബയുടെ മഹിമകൾ. കുട്ടികൾക്ക് അച്ഛൻ്റെ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയാമായിരിക്കും. എൻ്റെ അച്ഛൻ്റെ അടുക്കൽ ഇന്ന ഫാക്ടറിയുണ്ട്, ഇന്ന മില്ലുണ്ട്. ലഹരി ഉണ്ടായിരിക്കുന്നുവല്ലോ. കുട്ടികൾ തന്നെ ആ പ്രോപ്പർട്ടിയുടെ അധികാരിയാകുന്നു. ഈ പ്രോപ്പർട്ടി ആകട്ടെ ഒരു തവണയാണ് ലഭിക്കുന്നത്. ബാബയുടെ അടുക്കൽ എന്ത് പ്രോപ്പർട്ടിയാണുള്ളത് എന്നത് കേട്ടു. നിങ്ങൾ ആത്മാക്കൾ അമരമാണ്, ഒരിക്കലും മൃത്യു അടയുന്നില്ല. സ്നേഹത്തിൻ്റെ സാഗരവുമാകുന്നു. ഈ ലക്ഷ്മി നാരായണന്മാർ സ്നേഹത്തിൻ്റെ സാഗരമാണ്. ഒരിക്കലും അടി വഴക്ക് കൂടുന്നില്ല. ഇവിടെയാണെങ്കിൽ എത്ര അടി വഴക്ക് കൂടുന്നു. സ്നേഹത്തിൽ കൂടുതൽ കുഴപ്പങ്ങളുണ്ടാകുന്നു. ബാബ വന്ന് വികാരം നിർത്തലാക്കിക്കുന്നു. അപ്പോൾ എത്ര അടിയേൽക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ പാവനമാകൂ, എങ്കിൽ പാവന ലോകത്തിൻ്റെ അധികാരിയാകും. കാമം മഹാശത്രുവാണ്. അതിനാൽ ബാബയുടെ അടുത്ത് വരുമ്പോൾ പറയുന്നു, എന്ത് വികർമ്മം ചെയ്തുവോ അത് പറയൂ, എങ്കിൽ ഭാരരഹിതമാകും. ഇതിലും മുഖ്യമായത് വികാരത്തിൻ്റെ കാര്യമാണ്. ബാബ കുട്ടികളുടെ മംഗളാർത്ഥം ചോദിക്കുന്നു. ബാബയോട് തന്നെയാണ് പറയുന്നത്, ഹേ പതീത പാവന വരൂ. കാരണം പതീതം എന്ന വികാരത്തിൽ പോകുന്നവരെയാണ് പറയുന്നത്. ഈ ലോകവും പതീതമാണ്, മനുഷ്യരും പതീതമാണ്, 5 തത്വവും പതീതമാണ്. അവിടെ നിങ്ങൾക്ക് വേണ്ടി തത്വവും പവിത്രമായത് ആവശ്യമാണ്. ഈ ആസുരീയ ഭൂമിയിൽ ദേവതമാരുടെ നിഴൽ പോലും പതിക്കുകയില്ല. ലക്ഷ്മിയെ ആഹ്വാനം ചെയ്യുന്നു, പക്ഷേ ഇവിടെ വരുവാൻ സാധിക്കില്ല. ഈ 5 തത്വങ്ങളും മാറേണ്ടതുണ്ട്. സത്യുഗം പുതിയ ലോകമാണ്, ഇത് പഴയ ലോകമാണ്. ഇത് അവസാനിക്കുന്ന സമയമാണ്. ഇനിയും 40,000 വർഷം കിടക്കുന്നു എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നു. കൽപ്പം തന്നെ 5000 വർഷത്തിൻ്റെതാണ്. പിന്നെ ഒരു കലിയുഗം മാത്രം എങ്ങനെ 40,000 വർഷമാകും? എത്ര അജ്ഞാനത്തിൻ്റെ അന്ധകാരമാണ്. ജ്ഞാനം ഉണ്ടായിരിക്കുന്നില്ല. ഭക്തി ബ്രാഹ്മണരുടെ രാത്രിയാണ്. ജ്ഞാനം ബ്രഹ്മാവിൻ്റെയും ബ്രാഹ്മണരുടെയും പകലാണ്. അത് ഇപ്പോൾ പ്രാക്ടിക്കലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏണിപ്പടിയിൽ വളരെ ക്ലിയറായി കാണിച്ചിട്ടുണ്ട്. പുതിയ ലോകവും പഴയ ലോകവും പകുതി പകുതിയാണ് എന്ന് പറയും. പുതിയ ലോകത്തിന് കൂടുതൽ സമയവും
പഴയ ലോകത്തിന് കുറച്ച് സമയവും കൊടുക്കും എന്നല്ല. അങ്ങനെയല്ല, പൂർണ്ണമായും പകുതി പകുതിയായിരിക്കും. അപ്പോൾ ക്വാർട്ടർ, അതായത് 4/1 ആക്കാനും സാധിക്കും. പകുതിയാണെങ്കിൽ പൂർണ്ണമായും 4/1 ആവുക സാധ്യമല്ല. സ്വസ്തികയിലും 4 ഭാഗം കൊടുക്കുന്നു. നമ്മൾ ഗണപതി കുറിപ്പ് നടത്തുന്നു, അതായത് ആരംഭം കുറിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, ഈ പഴയ ലോകം വിനാശമാകേണ്ടതുണ്ട്. നമ്മൾ പുതിയ ലോകത്തിലേക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നരനിൽ നിന്നും നാരായണനാകുന്നു. പുതിയ ലോകത്തിലേക്ക് വേണ്ടി ശ്രീകൃഷ്ണനും പുതിയ ലോകത്തിലേതാണ്. ശ്രീകൃഷ്ണന്റെ മഹിമ ചെയ്യപ്പെട്ടിരിക്കുന്നു. കൃഷ്ണനെ മഹാത്മാവ് എന്ന് പറയുന്നു. കാരണം ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടികളെ പ്രിയമായി തോന്നുന്നു. എത്രത്തോളം ചെറിയവരെ സ്നേഹിക്കുന്നുവോ അത്രയും മുതിർന്നവരെ സ്നേഹിക്കുന്നില്ല. കാരണം സദോ പ്രധാന അവസ്ഥയാണ്. വികാരത്തിൻ്റെ ദുർഗന്ധമില്ല. മുതിർന്നവരാകുമ്പോൾ വികാരങ്ങളുടെ ദുർഗന്ധമുണ്ടാകുന്നു. കുട്ടികൾക്ക് ഒരിക്കലും ക്രിമിനൽ ആയി ഉണ്ടാവുക സാധ്യമല്ല. ഈ കണ്ണുകൾ തന്നെയാണ് ചതിയിൽപ്പെടുത്തുന്നവ. അതിനാൽ ഈ ഉദാഹരണവും നൽകുന്നു. അദ്ദേഹം തൻ്റെ കണ്ണുകളെ ചൂഴ്ന്നെടുത്തു എന്ന്. അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. അങ്ങനെ ആരും കണ്ണുകളെ ചൂഴ്ന്ന് എടുക്കുന്നില്ല. ഈ സമയം ബാബ ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിച്ചിരിക്കുന്നു. ആത്മാവിന് സ്പിരിച്വൽ നോളജ് ലഭിച്ചിരിക്കുന്നു. ആത്മാവിലാണ് ജ്ഞാനമുള്ളത്. ബാബ പറയുന്നു, എനിക്ക് ജ്ഞാനമുണ്ട്. ആത്മാവിനെ നിർലേപം എന്ന് പറയുവാൻ സാധിക്കില്ല. ആത്മാവ് തന്നെ ഒരു ശരീരം ഉപേക്ഷിച്ച് രണ്ടാമതൊരെണ്ണം എടുക്കുന്നു. ആത്മാവ് അവിനാശിയാണ്. എത്ര ചെറുതാണ്. അതിൽ 84 ജന്മങ്ങളുടെ പാർട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യം ആർക്കും പറയുവാൻ സാധിക്കില്ല. അവരാകട്ടെ നിർലേപം എന്ന് പറയുന്നു. അതിനാൽ ബാബ പറയുന്നു, ആദ്യം ആത്മാവിനെ റിയലൈസ് ചെയ്യൂ. ചിലർ ചോദിക്കുന്നു, മൃഗങ്ങൾ എവിടെ പോകും? മൃഗങ്ങളുടെ കാര്യം വിട്ടേക്കൂ. ആദ്യം ആത്മാവിനെ റിയലൈസ് ചെയ്യൂ. ഞാൻ ആത്മാവ് എങ്ങനെയുള്ളതാണ്, എന്താണ് എന്ന്. ബാബു പറയുന്നു, സ്വയം ആത്മാവാണത് എന്ന് തന്നെ അറിയുന്നില്ല എങ്കിൽ പിന്നെ എന്നെ എന്തറിയുവാനാണ്? ഈ എല്ലാ മഹീനമായ കാര്യങ്ങളും നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. ആത്മാവിൽ 84 ജന്മങ്ങളുടെ പാർട്ടുണ്ട്. അത് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. ചിലർ പിന്നെ പറയുന്നു, ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിന് പുരുഷാർത്ഥം ചെയ്യണം? പുരുഷാർത്ഥമില്ലാതെ ജലം പോലും ലഭിക്കില്ല. ഡ്രാമ അനുസരിച്ച് സ്വയമേ എല്ലാം ലഭിച്ചുകൊള്ളും എന്നല്ല. കർമ്മം തീർച്ചയായും ചെയ്യുക തന്നെ വേണം. നല്ലതോ മോശമോ ആയ കർമ്മമുണ്ട്. ഇത് ബുദ്ധിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ബാബ പറയുന്നു, ഇത് രാവണ രാജ്യമാണ്. ഇതിൽ നിങ്ങളുടെ കർമ്മം വികർമ്മമായി പോകുന്നു. അവിടെ വികർമ്മം ഉണ്ടാകുന്നതിനായി രാവണ രാജ്യം തന്നെയില്ല. ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് കർമ്മം, അകർമ്മം, വികർമ്മങ്ങളുടെ ഗതി മനസ്സിലാക്കിച്ചു തരുന്നത്. അവിടെ നിങ്ങളുടെ കർമ്മം അകർമ്മമാകുന്നു. രാവണ രാജ്യത്തിൽ കർമ്മം വികർമ്മമാകുന്നു. ഗീതാ പാരായണം ചെയ്യുന്നവരും ഈ അർത്ഥം മനസ്സിലാക്കിച്ചു കൊടുക്കുന്നില്ല. അവർ കേവലം പഠിച്ച് കേൾപ്പിക്കുന്നു. സംസ്കൃതത്തിൽ ശ്ലോകം കേൾപ്പിച്ച് പിന്നെ ഹിന്ദിയിൽ അർത്ഥം പറയുന്നു. ബാബ പറയുന്നു, ചില വാക്കുകൾ ശരിയാണ്, ഭഗവാൻ വാച്ചയാണ്. പക്ഷേ ഭഗവാൻ എന്ന് ആരെയാണ് പറയുന്നത്? ഇത് ആർക്കും അറിയില്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാഗ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഞാൻ ആത്മാവ്, പരിധിയില്ലാത്ത ബാബയുടെ പ്രോപ്പർട്ടിയുടെ അധികാരിയാണ്. ബാബ ശാന്തിയുടെയും പവിത്രതയുടെയും ആനന്ദത്തിൻ്റെയും സാഗരമാണ്. അതുപോലെ ഞാൻ ആത്മാവ് മാസ്റ്റർ സാഗരമാണ്. ഈ ലഹരിയിൽ ഇരിക്കണം.
ഡ്രാമ എന്ന് പറഞ്ഞ് പുരുഷാർത്ഥം ഉപേക്ഷിക്കരുത്. കർമ്മം തീർച്ചയായും ചെയ്യണം. കർമ്മ അകർമ്മ വികർമ്മങ്ങളുടെ ഗതിയെ മനസ്സിലാക്കി സദാ ശ്രേഷ്ഠ കർമ്മം തന്നെ ചെയ്യണം. വരദാനം: സമയത്തിന്റെ മഹത്വത്തെ അറിഞ്ഞ് സ്വയം തന്നെ സമ്പന്നമാക്കുന്ന വിശ്വത്തിന്റെ ആധാരമൂർത്തിയായി ഭവിക്കട്ടെ. മുഴുവൻ കൽപ്പത്തിലേക്കും സമ്പാദിക്കുന്നതിനും ശ്രേഷ്ഠ കർമ്മമാകുന്ന വിത്ത് വിതയ്ക്കുന്നതിനും 5000 വർഷത്തെ സംസ്കാരങ്ങളുടെ റെക്കോർഡ് നിറയ്ക്കുന്നതിനും വിശ്വമംഗളത്തിനും വിശ്വപരിവർത്തനത്തിനുമുള്ള സമയമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ സമയത്തിന്റെ അറിവുള്ളവർ പോലും വർത്തമാന സമയത്തെ പാഴാക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വരാൻ പോകുന്ന സമയത്തേക്ക് വിടുകയോ ചെയ്യുകയാണെങ്കിൽ, സമയത്തിന്റെ ആധാരത്തിലായി സ്വയം തൻ്റെ പുരുഷാർത്ഥം, എന്നാൽ വിശ്വത്തിലെ ആധാരമൂർത്തികളായ ആത്മാക്കൾ ഒരു പ്രകാരത്തിലുമുള്ള ആധാരത്തിന്മേൽ നടക്കുന്നില്ല. അവർ ഒരു അവിനാശി ആശ്രയത്തിന്റെ ആധാരത്തിൽ കലിയുഗയെ പതീത ലോകത്തിൽ നിന്നും അകന്നു മാറി സ്വയം തന്നെ സമ്പന്നമാക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. സ്ലോഗൻ: സ്വയം തന്നെ സമ്പന്നമാക്കൂ. അപ്പോൾ വിശാലമായ കാര്യത്തിൽ സ്വതവേ സഹയോഗിയായി മാറും. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. വർത്തമാന സമയത്തിന്റെ പുരുഷാർത്ഥത്തിൽ ഓരോ സങ്കല്പത്തെയും പവർഫുൾ ആക്കണം. സങ്കല്പം തന്നെയാണ് ജീവിതത്തിന്റെ ശ്രേഷ്ഠ ഖജനാവ്. ഏതുപോലെ ഖജനാവിലൂടെ എന്താഗ്രഹിക്കുന്നു, എത്ര ആഗ്രഹിക്കുന്നുവോ അത്രയും പ്രാപ്തം ആക്കുവാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ സദാകാലത്തേക്കുള്ള ശ്രേഷ്ഠ പ്രാപ്തി നേടുവാൻ സാധിക്കുന്നു. ഇതിനുവേണ്ടി ഒരു ചെറിയൊരു സ്ലോഗൻ സ്മൃതിയിൽ വയ്ക്കൂ. ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്യുകയും പറയുകയും വേണം. അപ്പോൾ സദാകാലത്തേക്ക് ശ്രേഷ്ഠ ജീവിതം ഉണ്ടാക്കുവാൻ സാധിക്കും. ഓം ശാന്തി. മെഡിറ്റേഷൻ. അന്തർമുഖമായി ഞാൻ ബാഹ്യ സങ്കല്പങ്ങളെ ഉപേക്ഷിക്കുന്നു. ദിവ്യവും ചൈതന്യവുമായ എൻ്റെ ആത്മസ്വരൂപം ചിത്തത്തിൽ തെളിഞ്ഞു വരുന്നു. ഈ ആത്മസ്വരൂപത്തിൽ മനസ്സിനെ സ്ഥിരമാക്കുമ്പോൾ സത്യമായ ശാന്തിക്കും ആനന്ദത്തിനും നിദാനമായ ആത്മസ്ഥിതിയിൽ ഞാൻ എത്തിച്ചേരുന്നു. ഈ സ്ഥിതിയിൽ ശാന്തിയും സുഖവും ആനന്ദവും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ മൗലിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ആത്മസ്ഥിതിയുടെ ഈ ശ്രേഷ്ഠ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അനന്തമായ ഐശ്വര്യ സമ്പത്തുകൾ സംഗമയുഗത്തിൽ പ്രദാനം ചെയ്യുന്ന ശിവപരമാത്മാവിൻ്റെ മംഗളസ്വരൂപം എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്നു.
പ്രശാന്ത സുന്ദരമായ നിരാകാരി ലോകത്തിൽ നിരാകാരനായ ശിവപരമാത്മാവിൻ്റെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ഈ ദിവ്യ സാന്നിധ്യം എനിക്ക് അനന്തമായ ആനന്ദം പകർന്നു നൽകുന്നു. സർവജ്ഞനും സർവശക്തിവാനുമായ പരമാത്മാവിനോട് സ്നേഹഭാവം എൻ്റെ ഉള്ളിൽ ഉദയം ചെയ്യുന്നു. ഈ സ്നേഹനിർഭരമായ ആത്മാ പരമാത്മാ കൂടിക്കാഴ്ചയിൽ ചിത്തത്തിലെ സർവ ദൗർബല്യങ്ങളും ക്ഷയിക്കുന്നു. പൂർവജന്മ പാപങ്ങൾ യോഗജ്വാലയിൽ ഭസ്മമാകുന്നു. ആത്മാവ് പരമാത്മാ പ്രാപ്തികളാൽ ഈശ്വരീയ സമ്പത്തിനാൽ സമ്പന്നമായി മാറുന്നു. ഈ ആത്മസമ്പന്നതയുടെയും സംതൃപ്തിയുടെയും സ്വരൂപമായി ഞാൻ ദേഹമാകുന്ന രഥത്തിലെ അകാല സിംഹാസനത്തിൽ വിരാജിക്കുന്നു.